ഈ CPM-ന്റെ പ്രതിനിധി ഏത് ചർച്ചകൾ വന്നാലും ഒരു 10 പ്രാവശ്യമെങ്കിലും RSS. അതുകൊണ്ട് ഒരു മറുപടി ഒന്നും പറയാതിരിക്കുന്നു. മേലാലിനി ഇത് പറയരുത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. BJP പ്രതിനിധി ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഞാൻ RSS എന്ന് കുറെ അധികം തവണ പറയും. എന്നിട്ട് അദ്ദേഹം ഒരു ഡിക്റ്റേഷൻ മോഡിൽ പറയുകയാണ് മേലാൽ ഇനി പറഞ്ഞു പോകരുതെന്ന്. ബഹുമാനിയായ BJP പ്രതിനിധി, നമ്മൾ ചാനൽ ഫ്ലോറിലാണ് ഇരിക്കുന്നത് അല്ലെ, വെർച്വൽ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ടോണിൽ തിരിച്ചുള്ള മറുപടിക്ക് അല്പം ഡെപ്തും ഗ്രാവിറ്റിയും കുറയും. എന്നാലും അങ്ങ് കേട്ടോളാം. BJP ആഫീസിൽ ഇലക്ട്രൽ ബോണ്ടായി കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ നക്കാപ്പിച്ച തിന്നിട്ട് ആ എല്ലും കഷ്ണം നക്കിയെടുത്തിട്ട് വാലാട്ടുന്ന ഏതെങ്കിലും അവന്മാരുണ്ടെങ്കിൽ അവരോട് പോയി പറയണം മേലാൽ പറയരുതെന്ന്. ഇവിടെ വന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്നവരോട് മേലാലെന്നും പറഞ്ഞ് ഡിക്റ്റേഷൻ നടന്നാൽ അത് നാരായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്ന് ഞങ്ങളത് തിരികെ പറയും. അത് കേട്ടോണ്ടിരിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടതുപക്ഷത്തിന്റെ പങ്കിനെ സംബന്ധിച്ച് അങ്ങയോട് വിശദീകരിക്കണം. ആദ്യം ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച് അതിനു പകരം ധ്വജാലങ്കൃതമായ കാവി പതാക വേണമെന്ന് പറഞ്ഞവന്മാരുടെ മുമ്പിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല കേട്ടോ. അതിന്റെ പേരിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പഞ്ചാബിലും ഇന്ത്യയിലും ആൻഡമാനിലും നിക്കോബാറിലും നൂറുകണക്കിന് വരുന്ന ജയിൽ മുറികളിൽ ജീവിതം ഹോമിച്ച ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പാർട്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെ ബോധിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ട. കാരണം ബ്രിട്ടീഷുകാരുടെ ഷൂവിൽ ചെളി പറ്റിയാൽ അത് വൃത്തിയാക്കി കൊടുക്കുന്ന ഒറ്റ സംഘമേ അന്നും ഇന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേരാണ് RSS എന്ന് പറയുന്നത്. അങ്ങ് കേട്ടല്ലോ, ആ രാഷ്ട്രീയ സ്വയം സേവക് സംഘം RSS. ഇനി ഞാനൊരു 10 തവണ പറയും. അങ്ങ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒന്ന് കാണട്ടെ. ഇവിടെയുള്ള RSSകാരോട് പറ എന്റെ മൂക്കങ്ങ് ചെത്തിക്കളയാൻ.